കാലം കാത്തുവച്ച ചിഹ്നം തന്നെ PV അൻവറിന് കിട്ടി. കത്രിക കൊണ്ട് ആദ്യം വെട്ടി VD സതീശന്റെ ഒരു കാൽഭാഗം. എന്നിട്ട് ഒന്നുണ്ടായിരുന്നു, ഇപ്പൊ മുക്കാലേ ഉള്ളൂ VD സതീശന്. പറയുന്നത് മുക്കാൽ പിണറായി കാൽഭാഗം കത്രികയ്ക്ക് ആര് വെട്ടി? അൻവർ വെട്ടി. ഇതുപോലെ VD സതീശന്റെ കാറ്റൂരി വിട്ട ഒരു നേതാവ് കേരളത്തിൽ വേറെ കാണില്ല. അത്രമാത്രം അറഞ്ചം പൊറഞ്ചം ട്രോളിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ ഉണ്ട് VD സതീശന്. ഇതുപോലെ രാഷ്ട്രീയ വൈര്യം തീർത്തുവിട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ ഗോതയിൽ VD സതീശനെ അറഞ്ചം പൊറഞ്ചം ആക്ഷേപിക്കുകയും അടിച്ചിരുത്തുകയും ചെയ്ത വേറൊരു നേതാവ് PV അൻവറിനെ പോലെ മറ്റാരും കാണുമെന്ന് തോന്നുന്നില്ല. കത്രികയ്ക്ക് ഒരു VD സതീശനെ മുക്കാൽ പിണറായിയാക്കി വെട്ടിക്കളഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ വാർത്താ സമ്മേളനത്തിൽ. VD സതീശൻ പറഞ്ഞു PV അൻവറിനെതിരെ ഞാൻ വാതിലടച്ചു, PV അൻവർ ശരിയാകില്ല, PV അൻവർ ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചു, അങ്ങനെ മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വീരസ്യം മുഴക്കിയല്ലോ. അപ്പോൾ PV അൻവർ പറയുന്നത് VD സതീശനുള്ള UDFിലേക്ക് ഇനി താനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പ് തരണം. ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസ് മന്ത്രി. ഇപ്പോൾ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ സുപ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ PV അൻവറിന്റെ കയ്യിലിരിക്കും. എന്ത് വേണം? ആഭ്യന്തര വകുപ്പ്. പിന്നെ മറ്റൊന്ന് വനം വകുപ്പ്. ഈ രണ്ട് വകുപ്പും തനിക്ക് വേണം. അതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി VD സതീശനെ കണ്ടം വഴി ഓടിക്കണം. VD സതീശനെ ചവിട്ടി പുറത്താക്കി അവിടെ ചാണക വെള്ളം തളിച്ച് ഇയാളെ കണ്ടം വഴി ഓടിക്കണം. അല്ലാതെ മുക്കാൽ പിണറായി ഇരിക്കുന്ന അവിടെ താനില്ല. മുക്കാൽ പിണറായി എന്ന് വിളിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഇതാര് മുക്കാൽ പിണറായി? പിണറായി വിജയൻ അപ്പുറത്ത് LDFിലാണല്ലോ, ഈ UDFിൽ ആര് മുക്കാൽ പിണറായി? അപ്പോഴാണ് അൻവർ ഒന്ന് വിശദീകരിച്ചു. പിണറായി വിജയൻ ഇടതു മുന്നണിയിലുണ്ട്, അയാളെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അപ്പോഴാണിതാ ഒരു മുക്കാൽ പിണറായി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കയറി കൊടുക്കുന്നത്. VD സതീശൻ മുക്കാൽ പിണറായിയാണ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കത്രികയ്ക്ക് വെട്ടിയെന്ന്. ഈ PV അൻവറിൻ്റെ ഉപാധികളാണ് ഏറ്റവും വലിയ രസകരമായ കോമഡിയായി പോകുന്നത്. PV അൻവറിൻ്റെ ഉപാധികളില്ലാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെങ്കിൽ PV അൻവർ രക്ഷപ്പെട്ടു പോയേനെ. ഇപ്പോൾ UDFിൽ നിൽക്കാമായിരുന്നു. ഒരു പക്ഷേയെങ്കിൽ കുറച്ചൊക്കെ സ്ഥാനമാനങ്ങളും MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ ചിലപ്പോൾ വീണ്ടും കരഗതമായിപ്പോയേനെ. പക്ഷേ ഈ ഉപാധികൾ ആർക്കും ദഹിക്കുന്ന ഉപാധികളല്ല. അതുകൊണ്ടാണ് VT ബൽറാം പറഞ്ഞത്, ഇത് തീരെ കുറഞ്ഞുപോയി, കേന്ദ്ര പ്രതിരോധ വകുപ്പോ ആഭ്യന്തര വകുപ്പോ ഒക്കെ ചോദിക്കാമായിരുന്നു ഈ PV അൻവറിനെ എന്ന് VT ബൽറാം ഈ PV അൻവറിനെ കളിയാക്കുന്നതും അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിലമ്പൂരിൽ ഇലക്ഷൻ്റെ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഒരു വശത്ത് PV അൻവറുണ്ട്. ആരെ തോൽപ്പിക്കാൻ? ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ. ഇടതുമുന്നണിക്ക് PV അൻവറിനെ ഭയമേ ഇല്ല. PV അൻവർ പിണറായി വിജയന് എതിരെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ തരിമ്പും ഗുണം പിടിക്കാതെ പോയി. PV അൻവർ പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച് വന്ന വഴിയിൽ പുല്ലുപോലും കിളിർത്തില്ല, പോയ വഴിയിലും പുല്ല് കിളിർത്തിട്ടില്ല. PV അൻവർ കണ്ടം വഴി ഓടി എന്ന് വേണം പറയാൻ. പിണറായിസമല്ല, ഇപ്പോൾ സതീശനിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് PV അൻവർ നയിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും ആംഗ്യഭാഷയിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ മുക്കാൽ പിണറായി എന്ന് വിളിച്ച് VD സതീശനെ PV അൻവർ കളിയാക്കുന്നത്. അപ്പോൾ PV അൻവർ മത്സരിക്കുന്നത് VD സതീശനെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുമാണ്. അപ്പോൾ PV അൻവറാണ് ഒരു വശത്ത്. PV അൻവറാണ് UDFിൻ്റെ പ്രധാന മുഖ്യ എതിരാളി. PV അൻവർ ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് എത്ര വോട്ടുകൾ കൊണ്ടുപോകും എന്ന കണക്കുകൂട്ടലാണ് UDF ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDFിന് PV അൻവർ ഒരു ബാധ്യതയല്ല, ഒരു ബാരിയറല്ല, ഒരു പ്രതിസന്ധിയല്ല. അതുകൊണ്ട് PV അൻവറിൻ്റെ പ്രതിരോധം തീർക്കുക LDFിൻ്റെ അജണ്ടയോ ബാധ്യതയോ അല്ല. എങ്കിലും LDFിനും PV അൻവർ ചില പാരകൾ വെച്ചിട്ടുണ്ട്. ആ പാരകൾ മറികടന്ന് പോകണമെങ്കിൽ അവർ കൃത്യമായത് പറയുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 1800 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന പ്രചരണം അവർ നടത്തുന്നത് PV അൻവറിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണെന്ന് വ്യക്തം. ഇത് ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ PV അൻവറിൻ്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ഉപാധികൾ മുന്നോട്ട് വരുന്നത്. ഉപാധികൾ വയ്ക്കുമ്പോഴാണ് ജനങ്ങളും PV അൻവറിനെ പരിഹസിക്കുന്നത്. ഇമാതിരി ഉപാധികൾ വയ്ക്കാൻ ഇയാൾ എന്ത് കാണിച്ചു എന്നാണ്. ഇയാൾക്ക് 10-35 കോടി രൂപയുടെ ആസ്തിയുണ്ട്, 20 കോടി രൂപ ബാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. എങ്കിലും ഇയാൾക്ക് കോടിക്കണക്കിന് ആസ്തിയുണ്ടല്ലോ. കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു നേതാവാണ് താങ്കൾ.
എന്നിട്ട് എന്താണ് താങ്കൾ തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ നേതാവ് മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ കൂടിയാണ് താങ്കൾ. പക്ഷേ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭാഷയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിലമ്പൂരിൽ ജനങ്ങൾ മനസ്സിലാക്കില്ലേ? മുമ്പായിരുന്നു മലപ്പുറത്തെ ജനങ്ങൾ മോശക്കാർ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വിദ്യാഭ്യാസമില്ല, അവർ തോന്നും പോലെ വോട്ട് ചെയ്യും, പള്ളികളിലും ഇമാമുമാർ പറയുന്ന പോലെ വോട്ട് കുത്തും എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കാലം കുറേയേറെയായി മലപ്പുറത്തെ ജനം എന്താണ് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഈ PV അൻവറിൻ്റെ സംഭാഷണമൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നിലമ്പൂരിലെ പച്ച മനുഷ്യർ, അതായത് സാധാരണക്കാരെ ആളുകൾക്ക് പോലും അവർക്ക് പോലും മനസ്സിലാകുന്നുണ്ട് PV അൻവർ പറയുന്നതിലല്ല കാര്യം, PV അൻവർ പറയുന്നതിൽ കാര്യങ്ങളൊന്നുമില്ല എന്ന തിരിച്ചറിവുണ്ടാകും. ഇയാൾ എന്തിനാണ് ഇമ്മാതിരി വർത്തമാനം പറയുന്നത്, ഇമ്മാതിരി ഉപാധികൾ വയ്ക്കുന്നത് എന്ന തോന്നലുണ്ടാകും. വെറും വാചക കസർത്തിന് വേണ്ടി വാക്കുകളെ വളച്ചൊടിച്ച് ആളുകൾക്ക് നേരെ ആക്ഷേപ ശരങ്ങളായി ഉന്നയിക്കുമ്പോൾ PV അൻവറിന് സ്വന്തം മാർക്കറ്റ് തന്നെയാണ് ഇടിഞ്ഞു പോകുന്നത് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലെ മണ്ണ് തന്നെയാണ് ഒലിച്ചു പോകുന്നതെന്ന സത്യവും അദ്ദേഹം തിരിച്ചറിയുന്നില്ല.